യുക്തിവാദികളുടെ കാര്യം രസകരമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്ന് പറയുമ്പോൾ നിരീശ്വരവാദി പറയും, ഏയ് അങ്ങനെ ഒരു സ്രഷ്ടാവിൻ്റെ ആവശ്യമൊന്നുമില്ല. ശരിയെങ്കിൽ പിന്നെ ഈ മനോഹരങ്ങളായ വർണ്ണാഭമായ പൂക്കളെയും ചെടികളെയും പൂമ്പാറ്റകളെയുമൊക്കെ സംവിധാനിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ അവൻ പറയും, അത് പ്രകൃതിയാണ്. വ്യത്യസ്ത വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ള അനേകായിരം പക്ഷികളെ സംവിധാനിച്ചതും ഈ പ്രകൃതിയാണോ? അപ്പോഴും പറയും, അതെ, പ്രകൃതിയാണ്, ആവാസ വ്യവസ്ഥയാണ്. സമുദ്രത്തിലെ മത്സ്യങ്ങളും കാനനങ്ങളിലെ മൃഗങ്ങളും എങ്ങനെയുണ്ടായി? അപ്പോഴും അതാ യുക്തിവാദി പറയുന്നു, അത് പ്രകൃതിയാണ്, അവയുടെ ആവാസ വ്യവസ്ഥയാണ്, അതേപോലെ തന്നെ നിർദ്ധാരണമാണ്, ചുറ്റുപാടുകളാണ്. ഇങ്ങനെ നിരീശ്വരവാദികളുടെ യുക്തിവാദികളുടെ മറുപടി നമുക്ക് കേൾക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഏതൊരു മഹനീയ സംവിധാനത്തിനു പിന്നിലും ഒരു നല്ല സംവിധായകൻ ആവശ്യമാണെന്ന ലളിതമായ യുക്തിയെ നിരാകരിക്കാൻ യുക്തിവാദികൾക്കും കഴിയില്ല. പക്ഷേ ഒരു പ്രപഞ്ച സ്രഷ്ടാവിനെ അംഗീകരിച്ചാൽ ധാർമ്മികമായ ജീവിതം നയിക്കേണ്ടി വരുമെന്ന് ഭയപ്പെട്ട് ദൈവത്തിൻ്റെ സ്ഥാനം പ്രകൃതിക്കും ആവാസ വ്യവസ്ഥക്കും കൽപ്പിച്ച് നൽകി സായുജ്യമടയുകയാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദികളും യുക്തിവാദികളും ചെയ്യുന്നത്. പ്രപഞ്ചത്തെ അന്യൂനമായി സൃഷ്ടിച്ച ഒരു ദൈവത്തെ നിഷേധിച്ച് താനൊരു നിരീശ്വരവാദിയായിരിക്കുന്നു എന്ന് കരുതി സമാധാനമടയുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും പക്ഷേ സർവശക്തനും സർവഗുണസമ്പന്നനുമായ സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവിൻ്റെ ഗുണഗണങ്ങളെല്ലാം അന്ധവും ബധിരവും മൂകവുമായ പ്രകൃതിക്കും ആവാസ വ്യവസ്ഥക്കും കൽപ്പിച്ചു നൽകുക വഴി ഒരു ദൈവത്തിനു പകരം ഒരുപാട് ദൈവങ്ങളെ സ്ഥാപിക്കുന്ന പൂർവാപര വൈരുദ്ധ്യം ഉൾക്കൊള്ളുന്ന നിലപാടിലെത്തിച്ചേരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ, ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ ഒരു യുക്തിവാദി പ്രകൃതിക്കും ആവാസ വ്യവസ്ഥകൾക്കും ദിവ്യത്വം കൽപ്പിച്ച് ബഹുദൈവ വിശ്വാസിയാവുന്ന ദയനീയ കാഴ്ചയാണ് നാം കാണുന്നത്. പക്ഷേ അതുപോലും മനസ്സിലാക്കാനുള്ള ഏവറേജ് ബുദ്ധി യുക്തിവാദികൾക്കില്ല എന്നു മാത്രം. അതാണ് ഇവരുടെ കാര്യം രസകരമാണ് എന്ന് പറയാനുള്ള കാരണം.